കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് നൽകിയതിൽ വൻ ക്രമക്കേട്. ഒപ്പുവെച്ച കരാറില്ലാതെയാണ് കലൂർ സ്റ്റേഡിയം സ്പോൺസർ നവീകരിക്കുന്നത്. ഒക്ടോബർ 7 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ത്രികക്ഷി കരാറാണ് നിർദ്ദേശിച്ചിരുന്നത്. GCDA, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, സ്പോൺസർ എന്നിവരുൾപ്പെട്ട ത്രികക്ഷി കരാറിനായിരുന്നു തീരുമാനം. സ്പോൺസർക്ക് സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രി തള്ളിയിരുന്നു. ഇതിനിടെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. MK ഷുക്കൂർ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, ഈ കരാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ GCDA അധ്യക്ഷൻ ചന്ദ്രൻപിള്ള എന്തായിരുന്നു പറഞ്ഞത്? കരാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ GCDA അധ്യക്ഷൻ ചന്ദ്രൻപിള്ള എല്ലാം നിയമപ്രകാരമാണ് നടക്കുന്നത്, സ്റ്റേഡിയത്തിന്റെ അവകാശം ആർക്കും വിട്ടുകൊടുക്കില്ല തുടങ്ങിയ അവ്യക്തമായ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം GCDA യോഗം നടന്നതിന് ശേഷം കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും നിലവിൽ ഒരു ഒപ്പുവെച്ച ഒരു കരാറില്ലാതെയാണ് ഈ സ്റ്റേഡിയം സ്പോൺസറായ ആൻഡ്രോ അഗസ്റ്റിൻ നവീകരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അർജന്റീനയുടെ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് നടന്നത്. ഒക്ടോബർ 7 നടന്ന ഈ യോഗത്തിൽ സ്റ്റേഡിയം നവീകരണത്തിന്റെ ചുമതല GCDAക്കും ഒപ്പം സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സ്പോൺസർക്കും നൽകാൻ തീരുമാനമായി. 3 കൂട്ടരുടെയും പ്രതിനിധികൾ ഒപ്പിട്ട ഒരു ടെക്നിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി നവീകരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ധാരണയായി. ഇത് സംബന്ധിച്ച ഒരു ത്രികക്ഷി കരാറുണ്ടാക്കാനും ഈ യോഗത്തിൽ തീരുമാനിച്ചു. കരാറിന്റെ കരട് തയ്യാറാക്കി GCDA നിയമവകുപ്പിനെ അയക്കുകയും ചെയ്തു. എന്നാൽ നിയമവകുപ്പിൽ നിന്ന് ഈ കരാർ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അത്തരമൊരു കരാർ ഒപ്പുവെക്കുകയും ചെയ്തിട്ടില്ല. അതേസമയം തന്നെ സമാന്തരമായി ഈ സ്റ്റേഡിയത്തിലെ നവീകരണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു. സ്പോൺസർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ നവീകരണം നടത്തുന്നു എന്നൊരു വിമർശനം ഉയരുമ്പോൾ തന്നെ എന്താണ് കരാർ, എന്താണ് വ്യവസ്ഥ എന്ന് വ്യക്തമാക്കാൻ കഴിയാത്തത് ഇതുകൊണ്ടാണ്. നിലവിൽ ഒരു ഒപ്പുവെച്ച കരാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം ചേർന്ന ദിവസം മുഖ്യമന്ത്രിയോട് സ്പോൺസർ ആവശ്യപ്പെട്ട ഒരു കാര്യം, താൻ ഇത്രയും പണം മുടക്കുന്നില്ല, സ്റ്റേഡിയത്തിൽ തനിക്ക് ഒരു നിശ്ചിത അവകാശം വകവെച്ച് തരണമെന്നായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സ്റ്റേഡിയത്തിൽ ഒരു അവകാശവും വകവെച്ച് തരാനാകില്ല, മത്സരം നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് GCDAക്ക് കൈമാറണം എന്നതായിരിക്കണം വ്യവസ്ഥ എന്ന് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ തന്നെ പറഞ്ഞതാണ്. മറ്റൊരു കാര്യം, ഈ GCDA സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, അതുപോലെ തന്നെ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ചീഫ് എഞ്ചിനീയർ, അതുപോലെ തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ GM, ഈ 3 പേർ ചേർന്ന് ആയിരിക്കണം നവീകരണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതും എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ അങ്ങനെ തന്നെയാണോ, റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാത്രമായിട്ട് കാര്യങ്ങൾ പോകുന്നോ എന്നൊരു ആരോപണമാണ് പിന്നീട് വന്നത്. എന്തായാലും അത് സംബന്ധിച്ച വലിയ വിമർശനം ഉയർന്നതിന് പിറകെ ഇപ്പോൾ രാഷ്ട്രീയമായി കൂടി ഇതിനെ പ്രതിരോധിക്കാനായി CPM അടക്കം രംഗത്ത് വന്നിട്ടുണ്ടപ്പോൾ 2 മണിക്ക് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സ്റ്റേഡിയത്തിലെ ഈ ക്രമക്കേടുകൾ ആരോപണം ഉയർന്നതിന് പിറകെ അവിടെ സന്ദർശിച്ച എറണാകുളം DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ അവിടെ സംഘർഷമുണ്ടാക്കി കടന്നു കയറി എന്നൊരു പരാതി GCDA പോലീസിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് അതിക്രമിച്ചു കയറി എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് ഇപ്പോൾ DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർക്കെതിരെ എടുത്തിട്ടുണ്ട്. ശരി, ശുക്കൂർ.